ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പുതിയൊരു പാറ്റേണിലുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.25 മീറ്റർ ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. 60 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ അത് വെച്ച് തയ്ച്ചേക്കുന്ന ഒരു ഫ്രോക്കാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നെക്കിൽ ഞാൻ ഇതുപോലൊരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ലേസ് എന്ന് പറയുന്നത് അക്കോബ ലേസാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കൂടാതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഇനി മിഡിലായിട്ട് ഞാൻ ഇതുപോലൊരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് ബ്ലാക്ക് ആ ഒരു ചെക്കാണ് ഈ ഒരു കോട്ടൺ ഫാബ്രിക്. അപ്പോൾ ഇതിൻ്റെ പല കളറിലും നമുക്കത് കിട്ടും. അപ്പോൾ ഒരു ക്രിസ്മസ് തീമായിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നെക്കിൻ്റെ ഇവിടെയായിട്ട് ഞാൻ ഇതുപോലൊരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെക്ക് മാത്രം തയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. അതുപോലെ സ്ലീവിലായാലും ചെറിയൊരു ഫ്രിൽ സ്ലീവാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രോക്കിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതുപോലൊരു വൈറ്റ് ലേസും കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി വീതി കുറഞ്ഞ ലേസാണ്. നമ്മൾ സാധാരണ നൈറ്റിയിലൊക്കെ യൂസ് ചെയ്യണ പാറ്റേൺ ആണ്. അതുപോലെ മിഡിലായിട്ട് ഞാനൊരു ബോയും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ഇൻവിസിബിൾ സിബാണ് ഫ്രോക്കിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോർമൽ സിബിനേക്കാളും ഇച്ചിരി ഫിനിഷിങ് വരണത് ഇതുപോലത്തെ ഇൻവിസിബിൾ സിബ് യൂസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ബാക്കിൽ കോൺട്രാസ്റ്റായിട്ട് പ്ലെയിൻ റെഡാണ് ഞാൻ കെട്ടാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കെട്ട് വേണ്ടാത്തവർക്ക് അവിടെ ബാക്കിലൊരു വലിയൊരു ബോ നമുക്ക് കൊടുക്കാം. അതുപോലെ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിക്സാഗിൻ്റെ ലേസാണ് ഫ്രോക്കിൻ്റെ വേസ്റ്റ് ബാൻഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ബോഡീൻ്റെ ലെങ്ത്ത് പറയുകയാണ്. ഒരു 11.5 ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് വരുന്നത് 7 to 8 ഇയേഴ്സ് ആണ്. ഇനി ഹോളും 5 ഇഞ്ചാണ് വരണത്. 6 to 7 ഇയേഴ്സും ഈ ഒരു അളവിൽ യൂസ് ചെയ്യാം. അതുപോലെ ഫ്രണ്ട് നെക്ക് ഞാൻ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഷോൾഡർ വരണത് 10.5 ഇഞ്ചാണ്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് ഒരു 12.5 ഇഞ്ച്, അപ്പോൾ 25 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത്. ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയണത് നമുക്കിവിടെ ഇതുപോലെ അളന്ന് നോക്കാം. ഒരു 30.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഫ്രോക്കിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നെക്ക് തന്നെയാണ്. പിന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ കോട്ടൺ ഫാബ്രിക് ലൈനിങ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ 1.5 മീറ്ററാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മെയിൻ ഫാബ്രിക് 1.25 മീറ്ററാണ്. അപ്പോൾ 60 ഇഞ്ച് വീതി ഉള്ളതുകൊണ്ടാണ് അത്ര എടുത്തത്. ഇപ്പോൾ 44 ഇഞ്ച് വീതിയാണെങ്കിൽ ഞങ്ങൾ 2 മീറ്ററോ 1.5 മീറ്ററോ എടുക്കാം. ഇനി ഇതുപോലെ ഒരു വൈറ്റ് ലേസ് അതിൻ്റെ അറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ പാറ്റേൺ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചെക്ക് ഫാബ്രിക്കോ അല്ലെങ്കിൽ പ്ലെയിൻ ഫാബ്രിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നെക്കിന് ഇവിടെ കോൺട്രാസ്റ്റായിട്ട് പൈപ്പിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ നമുക്ക് വെൽവെറ്റ് ഫാബ്രിക്കിലും ചെയ്യാം. വീഡിയോൻ്റെ അവസാനം ഞാൻ കുറേ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ പുതിയൊരു മോഡൽ ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതിയ മോഡൽസായിട്ട് ഞാൻ വരുന്നതാണ്.